കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിന്റെ പ്രതിനിധികളായി സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉൾപ്പെട്ടതിൽ സന്തോഷം രേഖപ്പെടുത്തി സീറോ മലബാർ സഭ. കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വികസനം ത്വരിതപ്പെടുത്താനും ഇവർക്ക് സാധിക്കട്ടെ എന്നും സഭ ആശംസിച്ചു. ഭരണഘടനാ തത്വങ്ങൾ അടിസ്ഥാനമാക്കിയും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും രാഷ്ട്രത്തിന്റെ ബഹുസ്വരതയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും രാഷ്ട്രത്തെ കൂടുതൽ വികസനത്തിലേക്കും സാമൂഹിക പുരോഗതിയിലേക്കും നയിക്കാൻ പുതിയ സർക്കാരിന് സാധിക്കട്ടെ. ഭാരതത്തിന്റെ നവോത്ഥാനത്തിനും സാംസ്കാരിക പുരോഗതിക്കും വിദ്യാഭ്യാസ നേട്ടങ്ങൾക്കും സ്വതന്ത്ര പ്രാപ്തിക്കും നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്ര നേതാക്കളുടെ പ്രവർത്തന ശൈലി ഈ സർക്കാരിനും തുടരാൻ സാധിക്കട്ടെ. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിർമ്മാണ യത്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായും സീറോ മലബാർ സഭ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. രാമനാഥപുരം രൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് സ്വീകരണം നൽകി. രാമനാഥപുരം പരിശുദ്ധ ത്രിത്വത്തിന്റെ കത്തീഡ്രലിൽ വെച്ചായിരുന്നു പരിപാടി. രൂപതയുടെ 14ാമത് രൂപതാ ദിനാഘോഷം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രൂപതയിലെ ജൂബിലി ആഘോഷിക്കുന്ന വൈദികർ, സന്യസ്തർ, വിവാഹ വാർഷിക ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികൾ, അവാർഡ് ജേതാക്കൾ, സ്കൂൾ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് നേടിയവർ, വിവിധ മത്സര വിജയികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളെ തിരിച്ചറിയാനും അത് ഒഴിവാക്കി അവരെ മികച്ച പഠന നിലവാരത്തിലേക്ക് എത്തിക്കാനും വിദ്യാലയങ്ങളിൽ കൗൺസിലിംഗ് അനിവാര്യമാണെന്ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാവേലിക്കര രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് അഭിപ്രായപ്പെട്ടു. കറ്റാനം പോപ്പ് പൈസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ച കൗൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ്. സ്വന്തം പോരായ്മകളും വീഴ്ചകളും തെറ്റുകളും മറച്ചുവെച്ച് മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാനാണ് ഇന്ന് മനുഷ്യർ ശ്രമിക്കുന്നത്. ഈ മനോഭാവം മാറ്റപ്പെടണം. മറ്റുള്ളവരെ ബഹുമാനിക്കാനും കഴിവുള്ളവരെ അംഗീകരിക്കാനുമുള്ള മനോഭാവത്തിലേക്ക് മനുഷ്യർ മാറണമെന്നും ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് വ്യക്തമാക്കി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അനാഥരെയും ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖം പ്രസാദിക്കുമെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുറിലോസ്. തിരുവല്ല അതിഭദ്രാസനത്തിന്റെ 18ാമത് പാസ്റ്റർ കൗൺസിലിന്റെ 3ാമത് സമ്മേളനം തിരുവല്ല ശാന്തി നിലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഭ എന്നത് ക്രിസ്തുവിന്റെ മുഖമാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുനരൈക്യ ശതാബ്ദിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ മുഖമാകാൻ ശ്രമിക്കണമെന്ന് ഡോക്ടർ കുറിലോസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും പ്രാർത്ഥനാശംസകൾ നേർന്ന കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. ജനാധിപത്യം മാറ്റുരച്ച ഒരു പൊതുതെരഞ്ഞെടുപ്പിലൂടെ വിജയം നേടി 3ാമതും രാഷ്ട്രത്തിന്റെ ഭരണമേറ്റെടുത്തിരിക്കുന്ന പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും മറ്റ് മന്ത്രിമാർക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും വിജയാശംസകളും അർപ്പിക്കുന്നതായും കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്ര നിർമ്മാണ യത്നങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണം വാഗ്ദാനം ചെയ്യുന്നതായും കത്തോലിക്ക കോൺഗ്രസ് വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യൂണിറ്റ് ശാക്തീകരണ പരിപാടി എബേക്ക് 2024 പാറയിൽ സെന്റ് മേരീസ് യൂണിറ്റിൽ നടത്തപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് PC കുഞ്ഞപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. പാറയിൽ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജേക്കബ് വാരിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ മുഖ്യപ്രഭാഷണവും അതിരൂപത ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക്ക് നടുവിലേഴം വിഷയാവതരണം നടത്തി. ഫാദർ നൈജിൽ തൊണ്ടിക്കുഴക്കുഴിയിൽ അതിരൂപത ട്രഷറർ ജോസ് ജോൺ വെങ്ങാത്തറ, അതിരൂപത ഭാരവാഹികളായ ഷിജി ജോൺസൺ, ജിനോ ജോസഫ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു. പാറശാലയിലും ഇൻഫാം രൂപീകൃതമായി. പാറശാല രൂപതാധ്യക്ഷൻ റവറന്റ് ഡോക്ടർ തോമസ് മാർ യൗസേബിയസിന്റെ അധ്യക്ഷതയിൽ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പാറശാല കർഷക ജില്ലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഫാം നടപ്പിലാക്കുന്ന ഭൂമി പുനർജനി പദ്ധതിയിലും കർഷക ക്ഷേമ പദ്ധതികളിലും കർഷകർ ഒന്നുചേർന്ന് തങ്ങളുടെ ജീവിത വിജയം നേടിയെടുക്കണമെന്ന് ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ കർഷകരെ ആഹ്വാനം ചെയ്തു. പാറശാല കർഷക ജില്ലയിൽ 3 കാർഷിക താലൂക്കുകളിലെ 20 ഗ്രാമസമിതികളിലായി 364 കർഷക കുടുംബങ്ങൾ ഇൻഫാം അംഗങ്ങളായി. ഇവർക്ക് ഇൻഫാം അംഗത്വ കാർഡ് വിതരണവും നടത്തപ്പെട്ടു. സജീവം ലഹരി വിരുദ്ധ പരിപാടി ടാസ്ക് ഫോഴ്സ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. കാരിത്താസ് ഇന്ത്യയും കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സംയുക്തമായി നടത്തുന്ന ആന്റി ഡ്രഗ്സ് ക്യാമ്പയിനാണ് സജീവം. ഇതിന്റെ ഭാഗമായി യുവാക്കൾക്കായി ടാസ്ക് ഫോഴ്സ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ലഹരി വിപത്തിനെതിരെ യുവാക്കൾക്ക് ബോധ്യങ്ങൾ നൽകുന്നതിനും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സന്നദ്ധ സേനാംഗങ്ങളായി അവരെ രൂപപ്പെടുത്തുന്നതിനുമാണ് ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം. QSS ഡയറക്ടർ ഫാദർ സൈജു സൈമൺ അധ്യക്ഷത വഹിച്ചു. CWC ചെയർമാൻ സനിൽ വെള്ളിമൺ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി. സീറോ മലബാർ സഭയുടെ യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അഖിൽ ചാലിൽ പുത്തൻപുരയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കാംപൊയിൽ ഇടവക അംഗമാണ്. നിലവിൽ KCYM തലശ്ശേരി അതിരൂപത പ്രസിഡന്റാണ്.
സീറോ മലബാർ സഭയുടെ യുവജന സംഘടനയായ SMYM സംസ്ഥാന പ്രസിഡന്റായി ഇടുക്കി രൂപതയിൽ നിന്നുള്ള അലക്സ് തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടു. എറണാകുളം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്ന SMYM സംസ്ഥാനതല തെരഞ്ഞെടുപ്പിലാണ് അലക്സിനെ തെരഞ്ഞെടുത്തത്. KCBC യുവജന കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയും SMYM ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജേക്കബ് ചക്കാത്ര, ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം സണ്ണി എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2 വർഷക്കാലം KCYM ഇടുക്കി രൂപത പ്രസിഡന്റ്, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം എന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസ് പേരാവൂർ മേഖലാ നേതൃസംഗമം ആർച്ച് പ്രീസ്റ്റ് ഫാദർ മാത്യു തെക്കേമുറി ഉദ്ഘാടനം ചെയ്തു. AKCC ഗ്ലോബൽ ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ ഘട്ടത്തിൽ മുഴുവൻ കാർഷിക ലോണുകളും എഴുതിത്തള്ളണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബാങ്കുകൾ വ്യാപകമായി ജപ്തി നോട്ടീസുകൾ പതിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ജോർജ് കാനാട്ട് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറിമാരായ ജോബി കുര്യൻ, ബ്രിട്ടോ ജോസ്, ജിജി ചെത്താനി തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ദോഹയിലെ ദേവാലയത്തിൽ നടന്ന കുഞ്ഞുമക്കളുടെ ദിവ്യകാരുണ്യ സ്വീകരണം വിശ്വാസ തീഷ്ണത കൊണ്ടും വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. 197 കുട്ടികളാണ് ആദ്യ കുർബാനയ്ക്കായി പഠിച്ചത്. എന്നാൽ 112ഓളം കുരുന്നുകളാണ് ഈശോയെ സ്വീകരിച്ചത്. ബാക്കിയുള്ള കുഞ്ഞുമക്കൾ ഇന്ത്യയിൽ എത്തിയ ശേഷം ഈശോയെ സ്വീകരിക്കും. വികാരി ഫാദർ നിർമ്മൽ വേഴാമ്പറമ്പിൽ, ബിജു മാധവത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട ബിഷപ്പ് പോളി കണ്ണുക്കാടൻ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്ക് വെഞ്ചരിച്ച ജപമാലയും ഉത്തരീയവും നൽകി. KCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പിതൃദിനം ആഘോഷിച്ചു. കോട്ടയം അതിരൂപത വൈസ് പ്രസിഡന്റ് ജോസ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജോബി നിരപ്പിൽ ഉത്തരവാദിത്തപൂർണ്ണമായ പിതൃത്വത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി കിഴങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി ഫാദർ സജീവ് മെത്താനത്ത് അനുഗ്രഹ പ്രഭാഷണവും KCC ഫൊറോന ചാപ്ലിൻ ഫാദർ ജിബിൽ കുഴുവേലിൽ ആമുഖ പ്രഭാഷണവും ഫൊറോന പ്രസിഡന്റ് സജി ഞെരളക്കാട്ടുകുന്നേൽ മുഖ്യ പ്രഭാഷണവും നടത്തി. കരുവഞ്ചാൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ ആധുനിക രീതിയിലുള്ള താക്കോൽദാര ശസ്ത്രക്രിയ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ, ഓർത്തോപീഡിക് വിഭാഗം മേധാവി ഡോക്ടർ സന്ദീപ് മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സെന്റ് ജോസഫ് ആശുപത്രിക്കാകുമെന്ന് വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി മുതുകുന്നേൽ പറഞ്ഞു. അസ്ഥിരോഗം, ഗൈനക്കോളജി, ജനറൽ സർജറി എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് താക്കോൽദാര ശസ്ത്രക്രിയകൾ നടത്തുക. യൂണിറ്റിന്റെ വെഞ്ചരിപ്പിലും ഉദ്ഘാടന ചടങ്ങിലും ആശുപത്രി ഡയറക്ടർ ഫാദർ സാബു പുതുശ്ശേരി, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അനീഷ് മണത്ത്, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റു ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. KCBC SC/ST BC കമ്മീഷൻ സെക്രട്ടറിയും DCMS സംസ്ഥാന ഡയറക്ടറുമായ റവറന്റ് ഫാദർ ജോസുകുട്ടി ഇടത്തിനകം നിയമിതനായി. പ്രാർത്ഥനാശംസകൾ അറിയിച്ച് കാഞ്ഞിരപ്പള്ളി രൂപത. കാലവർഷം വന്നെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മഴക്കാല രോഗങ്ങൾ, അവയ്ക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ലഘുലേഖ KCYL മലബാർ റീജിയൻ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ സഹായത്തോടെ പുറത്തിറക്കി. KCYL മലബാർ റീജിയൻ ഭാരവാഹികളിൽ നിന്നും കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ലഘുലേഖ സ്വീകരിച്ച് പ്രകാശനം ചെയ്തു. എല്ലാ ഭവനങ്ങളിലും ലഘുലേഖ എത്തിക്കും. കുണ്ട്ര ബസീലിയ ഓർത്തഡോക്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ബസീലിയൽ പ്രതിഭാ സംഗമത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയവരെയും മറ്റു പ്രതിഭകളെയും ആദരിച്ചു. പ്രതിഭാ സംഗമം കോട്ടയം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനോൻ മോർ ഡിയസ്കോറസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകളിൽ A+ നേടുന്നതോടൊപ്പം ജീവിതത്തിലും A+ നേടണമെന്ന് അഭിമന്യ തിരുമേനി ഉദ്ഘാടന സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. MMC കോർപ്പറേറ്റ് മാനേജ്മെന്റ് കറസ്പോണ്ടന്റ് പുന്നൂസ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ കോൺവെക്കേഷനും +1 അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഫ്രഷേഴ്സ് ഡേയും 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും നടത്തി. ബദനി ആശ്രമം സുപ്പീരിയർ തോമസ് റംബാൻ OIC ഉദ്ഘാടനം നിർവഹിച്ചു. ഡോക്ടർ VP മാർക്കോസ് മുഖ്യ അതിഥിയായിരുന്നു. ആദ്യമായിട്ടാണ് +2 വിദ്യാർത്ഥികൾക്ക് കോൺവെക്കേഷൻ നൽകുന്നതെന്നും അത് തുടർന്ന് വരുന്ന കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകാൻ കാരണമാകുമെന്നും ബദനി സ്കൂളുകളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വ്യക്തമാക്കി. UAE റാസൽ ഖൈമ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ഇടവകയിൽ അഭിമന്യ ഗീവർഗീസ് മാർ ഫീലിക്സിനോസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് റാസൽ ഖൈമ ഇടവക സന്ദർശിക്കുന്ന അഭിമന്യ തിരുമേനിക്ക് ഇടവക ഭാരവാഹികൾ സ്വീകരണം നൽകി. കൂടാതെ ഇടവകയുടെ ഈ വർഷത്തെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ തീയതി പ്രഖ്യാപനവും MGCSM പ്രവർത്തന ഉദ്ഘാടനവും അഭിമന്യ തിരുമേനി നിർവഹിച്ചു. മെറിറ്റ് ഡേ നടത്തി. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോർജ് ഹൈസ്കൂൾ, സേക്രഡ് ഹാർട്ട് ഗേൾസ് സ്കൂൾ എന്നീ 3 സഹോദര സ്ഥാപനങ്ങളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 171 പ്രതിഭകളെ മെറിറ്റ് ഡേയിൽ ആദരിച്ചു.
കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മർത്തിക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്ക് മെമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് താനത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചാഴിക്കാട്ട് ആശുപത്രിയിലെ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ടിബിൻ ടി ജോണി മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച കാഞ്ഞങ്ങാട് YMCA പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംസ്ഥാന വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചിത്താനം ഉദ്ഘാടനം ചെയ്തു. അന്തേവാസികളുടെ മാനസിക ഉല്ലാസത്തിന് അന്തേവാസികളെ ഉൾപ്പെടുത്തി കലാപരിപാടികളും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് YMCA വൈസ് പ്രസിഡന്റ് ചാണ്ടി കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സബ് റീജിയൻ ചെയർമാൻ ബേബി മാടപ്പള്ളി പുതിയ ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സെബാസ്റ്റ്യൻ കൊറ്റകത്തിൽ, ഷാമോൻ ന്യൂ മലബാർ, ജോജോ മാത്യു, KC ജസ്റ്റിൻ, സോണി കാരിക്കൽ, ഗിൽബർട്ട് സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. കേരള സഭാ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.